എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. കുമ്പളങ്ങ കൊണ്ട് ഇതുപോലൊരു കറി കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂട്ടോ. കുക്കറിൽ വളരെ എളുപ്പത്തിൽ പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും ചേർക്കാതെ വ്യത്യസ്ത രുചിയിൽ തയ്യാറാക്കിയെടുത്ത ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ചെറിയ പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ അതിൻ്റെ അകത്തുള്ള സീഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഞാൻ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോരുത്. ഇപ്പോൾ കുമ്പളങ്ങയെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് വേണ്ടത് ചെറുപയർ. അപ്പോൾ ചെറുപയർ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതൊരു 6 മണിക്കൂറോളം ഞാൻ നന്നായിട്ട് കുതിർത്ത് വെച്ചതാണ്. അപ്പോഴും നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നിങ്ങൾക്ക് പയർ വേറെ വേവിക്കണമെങ്കിൽ അങ്ങനെയാവാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നല്ല പുളിയുള്ള തക്കാളി നോക്കിയിട്ട് എടുക്കുക. ഞാൻ ഒരു തക്കാളിയാണ് എടുത്തത്. അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളിയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി ഇതിനകത്തേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഒരു 3/4 ബൗളോളം നാളികേരം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരത്തിൻ്റെ അളവ് കൂടിയാലും കുറച്ച് കുറഞ്ഞു പോയാലും ഒന്നും കുഴപ്പമില്ല. ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് കുരുമുളക് നമ്മുടെ പച്ച കുരുമുളക് ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ സാധാരണ കുരുമുളക് എടുക്കുക. ഇനി അതും ഇല്ലെങ്കിൽ കുരുമുളക് പൊടിയായാലും മതി. ഇനി കുരുമുളകിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പച്ചമുളക് എടുത്തോളൂ. ശരിക്കും ഈ ഒരു കറിയുടെ സ്വാദ് കുരുമുളക് തന്നെയാണ്, പക്ഷെ ചിലവർക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ പച്ചമുളക് എടുത്തോളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വെള്ളം ചേർത്ത് അരയ്ക്കേണ്ട, അല്പം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിനകത്തേക്ക് ഇട്ട് വെച്ച ആ ഒരു കഷ്ണത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു അരപ്പുണ്ടല്ലോ, അതങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് അതുകൂടെ കുക്കറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് ആ കഷ്ണമൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ചെറുപയർ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. പക്ഷേ ഒരു 6-7 മണിക്കൂറൊക്കെ നമ്മൾ നന്നായിട്ട് കുതിർത്തിട്ടുണ്ടെങ്കിൽ ഈ കുമ്പളങ്ങയും ഇതിട്ട് കഴിഞ്ഞ് ഒരുമിച്ച് നമുക്ക് വെന്ത് കിട്ടിക്കോളും. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ ആരും മറക്കല്ലേ. ഇനി അതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾക്കിതൊന്ന് സ്റ്റൗവിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് എനിക്ക് 3 വിസിൽ കേട്ടപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുക. ഈ സമയത്ത് നമ്മുടെ ചെറുപയറും കുമ്പളങ്ങയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ച് വ്യത്യസ്ത രീതിയിൽ ഈ കറിയുടെ സ്വാദ് കിട്ടണമെങ്കിൽ നാളികേരം അരച്ചപ്പം അതിൻ്റെ കൂടെ ചെറിയുള്ളിയും ജീരകമൊക്കെ അരച്ച് ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കറിയുടെ യഥാർത്ഥ സ്വാദെന്ന് പറയുന്നത് കുരുമുളക് മാത്രം അരയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ കുമ്പളങ്ങയും ചെറുപയറും കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു കറിയാണിത്. ഞാനൊരു മൺചട്ടിക്കകത്തേക്ക് ഒന്ന് കറി മാറ്റിയിട്ട് കുറച്ച് കറിവേപ്പിലയും ലേശം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചേർക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. ഇനി കടുക് വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലൊരു കറി തയ്യാറാക്കി കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോവല്ലേ. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്